ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റം മാറ്റി വന്നില്ല കേട്ടോ. ക്യാരറ്റ് പോള. ക്യാരറ്റ് പോള നമുക്ക് കടയിലൊക്കെ ഒരു പീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് കനം കുറവാണെങ്കിലും നമ്മൾ കടയിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പത്തിൽ ഉണ്ടാക്കൽ ഇനി ഇതേപോലെ എണ്ണത്തിൻ്റെ വലിപ്പം കൂട്ടുക. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ക്യാരറ്റ്. നമുക്ക് ഈ 3 ക്യാരറ്റും ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം, ചെറിയ പീസായിട്ട്. പിന്നെ ഇത് വേവിച്ചിട്ടും കുറേ ആൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വേവിച്ചിട്ട് ചെയ്യാം, ഇത് ഇങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ക്യാരറ്റിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു സ്പൂണ് നെയ്യ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂണ് നെയ്യ് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിനെ മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിനായിട്ട് ഒരു 4 മുട്ട വേണം കേട്ടോ. 4 മുട്ടയും പിന്നെ ഈ ഒരു അളവിൽ 5 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. 5 സ്പൂണ് പഞ്ചസാര. പിന്നെ ഇതേ സ്പൂണിലെ അളവിൽ തന്നെ 1 സ്പൂണ് മൈദയും 1 സ്പൂണ് പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഒരേപോലെ ചേർത്തിട്ട് നമ്മുടെ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ആ മുട്ട ബാറ്ററും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. പിന്നെ ഇതിന് ഒരു പൊടി ഉപ്പും ചേർക്കും കേട്ടോ. ഉപ്പ് ഒരു പൊടിക്ക് ചേർത്താലേ നമ്മുടെ മധുരം അറിയുള്ളൂ. മുട്ടയും ക്യാരറ്റും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ചൂടായ പാത്രത്തിലോട്ട് വയ്ക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മേൽഭാഗം ലെവലാക്കി വെച്ചിട്ട് 2-3 കാഷ്യൂം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് വലിപ്പം വേണ്ടുന്നവർക്ക് ഇനിയും ക്യാരറ്റിൻ്റെ എണ്ണം കൂട്ടാം. അത് ഒരു ക്യാരറ്റ് കൂടുമ്പോൾ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല വലിപ്പത്തിലും എടുക്കുക. ഇത് നമ്മളെ കടയിൽ ഒരു പീസ് വിൽക്കാൻ പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്.